അഞ്ചാം വാർഡിലേക്ക് നമ്മൾ വരുമ്പോൾ അഞ്ചാം വാർഡ് ഈ അഞ്ചാം വാർഡിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ LDF അല്ലാത്ത ഒരു ജനപ്രതിനിധി അവിടെ ഉണ്ടായിട്ടില്ല. അതാണ് അഞ്ചാം വാർഡിൻ്റെ ഒരു ചരിത്രം. ആ ഒരു ചരിത്രം തിരുത്താനാവും എന്ന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ സാധ്യവുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്കിൽ പോലും അവിടെ ജയറാം മാരാത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേരത്തെ വെളിയങ്കോട് മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. അതോടൊപ്പം കോൺഗ്രസിൻ്റെ ഒക്കെ സജീവ പ്രവർത്തകനായിട്ട് പിന്നെ പൊതുരംഗത്ത് ഉൾപ്പെടെ അതുപോലെ തന്നെ മറ്റേ ഈ നമ്മുടെ പാചകക്കലയിലൊക്കെ വളരെ സജീവമായിട്ട് നല്ല ഒരു കുക്കൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു പ്രിയപ്പെട്ട നല്ല ഒരു പാചക വിദഗ്ധൻ കൂടിയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ, എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു മത്സരരംഗത്ത് വരുമ്പോഴുണ്ടാവുന്ന മാറ്റം കോൺഗ്രസിന് എത്രമാത്രം ഗുണകരമാവും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും അവിടെ LDF അവിടെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് LDFന് ആ അഞ്ചാം വാർഡ് എന്ന് മാത്രമല്ല മറ്റ് വാർഡുകളിൽ പോലും വെക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് അവർ LDF അവിടെ നിർത്തിയിട്ടുള്ളത്. മഹേഷ് LDFനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ആ വാർഡിനകത്ത് നിന്ന് മാത്രമല്ല സമീപ വാർഡുകളിൽ ഉൾപ്പെടെ മികച്ച സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതിൽ ഒട്ടും തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടാവുന്ന മത്സരം അത് എത്രമാത്രം അത് കോൺഗ്രസിന് ഗുണം ചെയ്യും അല്ലെങ്കിൽ UDFന് ഗുണം ചെയ്യും, LDFന് ഗുണം ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിൽ പോലും അതൊരു LDFൻ്റെ ഒരു കുത്തക വാർഡ് എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു വാർഡിനെ വിശേഷിപ്പിക്കാവുന്ന ഒരു വാർഡ് കൂടി തന്നെയാണ്. അതിലൊരു തർക്കമില്ല. അങ്ങനെയാണ് ആ ഒരു വാർഡിൻ്റെ ഘടനയും. അപ്പോൾ നിലവിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥി കൂടി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അഞ്ചാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി വിജയിക്കാനുള്ള സാധ്യമായ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് UDF സ്ഥാനാർത്ഥി ലക്ഷ്യം കാണുന്നത്. അത് എത്രമാത്രം അത് ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നുള്ളത് നമുക്ക് 13-ാം തീയതി തന്നെയാണ് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ആറാം വാർഡിലേക്ക് നമ്മൾ വരുമ്പോൾ ആറാം വാർഡ് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ പ്രസിഡന്റ് പ്രതിനിധാനം ചെയ്യുന്ന നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടൽ ഷംസു പ്രതിനിധാനം ചെയ്യുന്ന വാർഡാണ്. അവരുടെ വീട് ഉൾപ്പെടുന്ന വാർഡ് കൂടിയാണ്. ആ വാർഡിലെ മത്സരം എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാന പോരാട്ടം തന്നെയാണ്. ഒരുപാട് കാലമായിട്ട് LDFന്റെ ഒരു കുത്തക വാർഡായിരുന്നു. അത് കല്ലാട്ടൽ ഷംസുവിലൂടെയാണ് അല്ലെങ്കിൽ ഇന്നത്തെ ഇപ്പോൾ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള കല്ലാട്ടൽ ഷംസുവിലൂടെയാണ് ആ വാർഡ് UDFന്റെ കൈകളിലെത്തിയത്. പിന്നീട് ഇതുവരെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വരെയും ആ വാർഡ് UDFൽ നിന്ന് കൈവിട്ടു പോയിട്ടില്ല. അപ്പം അങ്ങനെ കൈവിട്ടു പോകാത്ത ഈ വാർഡിനെ നിലനിർത്തുക എന്നുള്ള ആ ഒരു വലിയ ദൗത്യത്തിൽ തന്നെയാണ് UDF അവിടെ മത്സര രംഗത്തുള്ളത്. കാരണം അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഗിരിജ അവിടെ എത്തിയതോടെ തന്നെയാണ് ആ ഒരു വാർഡിൽ UDFന്റെ വാർഡായി തന്നെ നിലനിർത്തണം എന്നുള്ള ആ ഒരു വലിയ ദൗത്യവും ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് അവിടെ മണി തമ്പാത്തിനെ മത്സര രംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. നേരത്തെ പല പേരുകളും അവിടെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഈ ഗിരിജ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ നിർബന്ധപൂർവം അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മണി തമ്പാത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് തീർച്ചയായിട്ടും കടുത്ത മത്സരമാണ് ആറാം വാർഡിനകത്ത് നടക്കുന്നത്. ആറാം വാർഡിൽ തീർച്ചയായിട്ടും അത് UDFന് തന്നെ നിലനിർത്താനാവുമെന്ന വലിയ പ്രതീക്ഷയിലാണ് UDF കേന്ദ്രങ്ങളുള്ളത്. അതോടൊപ്പം തന്നെ ആ വാർഡ് വലിയ രീതിയിൽ മുന്നേറ്റം നടത്തി ആ വാർഡിനെ തിരിച്ചു പിടിക്കാനാകുമെന്നുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ തന്നെയാണ് CPM നേതൃത്വം അല്ലെങ്കിൽ LDF നേതൃത്വവും ആ വാർഡിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ തന്നെ ശക്തമായ മത്സരം നടക്കുന്ന വാർഡുകളിൽ ഒരു വാർഡായി തന്നെ ആറാം വാർഡിൽ നമുക്ക് കാണാവുന്നതാണ്. എന്തായാലും അതിൻ്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് 13-ാം തീയതി തന്നെയാണ് നമുക്ക് പറയാനാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ആറാം വാർഡിൽ BJP
BJPയുടെ സ്ഥാനാർത്ഥി ആ വാർഡിനകത്തുണ്ട്. BJPക്ക് വളരെ ശക്തിയുള്ള BJPയുടെ ഒരു ശക്തി കേന്ദ്രം. ഇപ്പോൾ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലൊരു കേന്ദ്രമാണ് പെരുമുടിശ്ശേരി ഉൾപ്പെടുന്ന 6ാം വാർഡ് ഉൾപ്പെടുന്ന ആ പ്രദേശം. അപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയും BJPയും ഒരു വലിയ മുന്നേറ്റം ആ വാർഡിനകത്ത് നടത്താനാവുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് BJPയുടെ പ്രചരണ പ്രവർത്തനങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 7ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ 5ാം വാർഡ് പോലെ തന്നെ UDFന് വളരെ ശക്തിയുള്ള അല്ലെങ്കിൽ അത്രയും മേൽക്കൈയുള്ള ഒരു വാർഡാണ് 7ാം വാർഡ്. വലിയ രീതിയിൽ മേൽക്കൈയുള്ള ഒരു വാർഡ് തന്നെയാണ് 7ാം വാർഡ്. പ്രത്യേകിച്ച് KPCCയുടെ സെക്രട്ടറി നമ്മുടെ PT അജയ് മോഹൻ, അതുപോലെ തന്നെ അന്തരിച്ചു പോയ PT മോഹനകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ വീട് ഉൾപ്പെടുന്ന ആ ഒരു വാർഡാണത്. അപ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ കോൺഗ്രസിൻ്റെ ഒരു സ്വന്തം വാർഡ് എന്നുള്ള നിലയിൽ കാണപ്പെടുന്ന ഒരു വാർഡാണ്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് പ്രഭിത സതീഷാണ്. വളരെ മികച്ച സ്ഥാനാർത്ഥി. UDF അവിടെ പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ അവിടെ മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത് ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ്. അത് വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാനാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF അവിടെ സ്ഥാനാർത്ഥിയെ ഇറക്കിയിട്ടുള്ളത്. പക്ഷേ അവിടെ റജില റസാഖ്, CPIയുടെ അല്ലെങ്കിൽ LDFന്റെ റജില റസാഖ് അവിടെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടെ കുറച്ച് കാര്യങ്ങൾ ഒരു മത്സരത്തിനൊരു ടൈറ്റ് അല്ലെങ്കിൽ ഒരു പോരാട്ട വീര്യം വന്നിട്ടുണ്ട്. വളരെ ശക്തമായ രീതിയിൽ LDFന്റെ ഒരു പ്രചരണം വലിയ രീതിയിൽ തന്നെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു വാർഡിൽ വലിയ മാറ്റം കൊണ്ടുവരാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് LDF അല്ലെങ്കിൽ CPI നേതൃത്വം. LDF ഒറ്റക്കെട്ടായി തന്നെ ആ വാർഡിനകത്ത് വളരെ ശക്തമായ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. രണ്ട് LDFന്റെയും UDFന്റെയും അല്ലെങ്കിൽ നേരിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു വാർഡ് കൂടിയാണ് 7ാം വാർഡ്. ഒരു വാർഡിൽ ശക്തമായ രീതിയിലുള്ള ഒരു മത്സരത്തിലേക്ക് റജില റസാഖിന്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി വന്നു എന്നുള്ള ഒരു കാര്യം കൂടി ആ വാർഡിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.